ഫുട്ബോളൊക്കെ അനൗൺസ്മെന്റ് ചെയ്യാൻ പോയിട്ടുണ്ട് എന്ന് പറയാമായിരുന്നല്ലോ. അപ്പോ രണ്ട് രണ്ട് വാക്കെങ്കിലും നമ്മുടെ പ്രഷർക്ക് വേണ്ടിയിട്ട്, നമ്മുടെ ഡിഫറെന്റ് മീഡിയ പ്രഷർക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? അനൗൺസ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പൊ കാലങ്ങളായിട്ട് ഞാനിപ്പോ ഈ ജീപ്പിലൊന്നും ഇപ്പൊ അങ്ങനെ അനൗൺസ്മെന്റ് ലൈവ് ആരുമില്ല, അപ്പൊ റെക്കോർഡാണ്. എങ്കിലും കൂടിയിട്ട് ഇപ്പോ ഒരു ആവേശമാണ് ശരിക്കും പറഞ്ഞാൽ ഫുട്ബോളിന്റെ ഒരു അനൗൺസ്മെന്റ് എന്നൊക്കെ പറയും. അതെ അതെ അതെ. ഞാൻ ഒരുപാട് വണ്ടികൾ ഇങ്ങനെ പോകുന്നത് കേട്ടിട്ടുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ കൂടുതലും യൂട്യൂബിലാണ് വരുന്നത്. പക്ഷെ പണ്ടൊക്കെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ പോകുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കട ഒരു വോയിസിൽ എനിക്ക് അത് കേൾക്കാം. എന്താന്ന് വെച്ചാല് സവൽസ് ഫുട്ബോളിന്റെ പുത്തൻ രാജാക്കന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കുറെ ബാക്കി നമ്മൾ കൈന്നിടുന്നതാണ്. കയ്യെന്നിടുന്ന ഓരോരോ സംഭവങ്ങളാണ്. അപ്പൊ നമ്മളെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അനൗൺസ് രംഗത്തുണ്ട്. അവരുടെ കയ്യിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിയിട്ടും കൊടുത്തിട്ടൊക്കെയാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ ബൂട്ടിട്ട് വന്ന വെള്ളക്കാരോട് ബൂട്ടില്ലാതെ പടപൊരുതി മലബാറിന്റെ മണ്ണിൽ വിജയം കൊയ്ത മലബാറിലെ മാപ്പിളപ്പട. സവൽസ് ഫുട്ബോളിന്റെ ആവേശോജ്ജലമാകുന്ന ഒന്നാം പ്രീ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ ഇന്ന് തിരൂരങ്ങാടിയുടെ കളികളത്തിൽ ഏറ്റുമുട്ടുന്നു സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം തൃശൂർ ജിംഖാനയുമായി. അപ്പൊ അങ്ങനെയുള്ള അതേപോലെ പ്രൊട്ടക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ വസ്ത്ര വൈവിധ്യങ്ങളുടെ വിസ്മയലോകം മിഴികൾ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു. സൈൻ ഫാഷൻ ഇൻ സിൽക്സ്, ബൈപ്പാസ് റോഡ്, കൊണ്ടോട്ടി. അങ്ങനെ ഓരോന്നിനും ഓരോതായ ഓരോരോ ശൈലിയിലാണ് അതിന്റെ. ഓരോരോ ശൈലിയിലും അതിൻ്റെതായ രീതിയിലും ഇപ്പോ അങ്ങനെയൊക്കെ. ഇപ്പൊ നമ്മളെ സൂപ്പർ ലീഗ് തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം, തൃശ്ശൂർ എന്നിങ്ങനെ 4 ജില്ലകളായിട്ടുള്ള. അപ്പൊ അവർക്ക് വേണ്ടി നമ്മള് മലപ്പുറത്തിന് വേണ്ടിയിട്ട്, മലപ്പുറം എഫ്സിക്ക് വേണ്ടിയിട്ട് ഒരു അനൗൺസ്മെന്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയെന്നല്ല, ഒരു അല്ല, ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാന്നല്ല നമുക്കത് ഉണ്ടാക്കാൻ മാത്രമല്ല. പിന്നെ നമ്മളിപ്പോ ആ ഒരു മൂഡിലല്ലാത്തോണ്ട് പെട്ടെന്ന് അതിലേക്ക് ഒരു ഇരിക്കാൻ വയ്യാത്തൊരു അവസ്ഥയാണ്. എങ്കിലും കുട്ടി അതൊരു വലിയൊരു വിഷയമുള്ള കാര്യം. അതിലേക്ക് അതിന് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് ഒന്ന് മാറി ഇരുന്ന് കഴിഞ്ഞാൽ ഏതൊരു നമുക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാരണം ഇപ്പൊ ആ ഒരു ഫീൽഡിൽ മാറി ഇപ്പോ നമുക്ക് കൂടുതൽ ചെറിയ ചെറിയ കണ്ടന്റുകൾ മാത്രം റെക്കോർഡ് ചെയ്യാം. ഇപ്പൊ ലൈവ് നമ്മൾ പൊതുവെ അനൗൺസർമാർ ആരും പോകുന്നില്ല. ഇപ്പൊ സ്ഥിരം ഫുട്ബോളിന് അനൗൺസിന് പോകുന്ന ആളുകൾ തന്നെ റെക്കോർഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ഇപ്പൊ ലൈവ് അത് വലിയൊരു അബദ്ധമാണെങ്കിലും കൂടിയിട്ട് ചില ആളുകൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കളി കാണാറുണ്ട് സൂപ്പർ ലീഗിന്റെ. ഇല്ലല്ല, എപ്പോഴെങ്കിലും അങ്ങനെ വലിയൊരു താല്പര്യം ഇപ്പൊ ഇല്ല. മുമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ കളിനോടില്ല, ഇപ്പൊ കലാപരമായിട്ട് അതേപോലെ സാമൂഹ്യ പ്രവർത്തനമായിട്ടൊക്കെ അങ്ങനെ മുന്നോട്ട് പോകാം. കളിയിൽ ഇപ്പോ തൃശ്ശൂരിനെ 2 ഗോളിലാണ് മലപ്പുറം തോൽപ്പിച്ചിരിക്കുന്നത്. ഇന്ന് മലപ്പുറം രണ്ടാമത്തെ കളിയാണ്. അത് മഞ്ചേരി വെച്ചിട്ടാണ് കളി നടക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ എന്തെങ്കിലും. ഇല്ല, കളി ഇപ്പൊ എന്തായാലും ഒരു ടീം ജയിക്കുമല്ലോ. എന്തായാലും ഒരു ടീം ജയിക്കുക. എന്നാൽ അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ പ്രദേശത്തുള്ള ഒരു ടീമും മലപ്പുറം കൂടി കളിച്ചാൽ നമുക്ക് ഈ പ്രദേശം ജയിക്കണം എന്ന് തോന്നാം. നാളെ മലപ്പുറം തൃശ്ശൂരും ജയിച്ചാൽ ഇന്നത്തെ എതിരാളി നാളെ നമ്മൾ മലപ്പുറത്തിന്റെ ഒപ്പമാണ് നിൽക്കുക. മലപ്പുറംകാരനല്ല, അതുകൊണ്ട് ചോദിച്ചാ. നമുക്കങ്ങനെ നന്നായിട്ട് കളിക്കുന്നവർ ജയിക്കട്ടെ. ആ ഒരു കൺസെപ്റ്റ് നന്നായി കളിക്കുന്നവർ ജയിക്കുക. അതേപോലെ ആ പ്രദേശത്തിനോടും നാടിനോടും സേവനം കൂറൊക്കെ ഉള്ള ആളുകൾ ജയിക്കണം എന്നുള്ളൊരു അഭിപ്രായത്തിലാണ്. എനിക്കിപ്പോ ഒരുപാട് ആൽബങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാവുമല്ലോ, ആരായിരുന്നു ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രേക്ഷകരെ ഏറ്റെടുത്തിട്ടുള്ള ഒരു വർക്ക്? അതിപ്പോ എന്നെ സംബന്ധിച്ചപ്പോൾ എനിക്ക് എല്ലാ കലാകാരന്മാരും ഒരുപോലെയാണ്. അതിലുപരി ഞാൻ ഈ പുതുതായിട്ട് വരുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യം ഞാൻ ആദ്യം പറഞ്ഞല്ലോ. പക്ഷെ എങ്കിലും കൂടിയിട്ട് ഒരുപാട് പോപ്പുലർ ആയിട്ടുള്ള ആളുകളൊക്കെ ഏകദേശം എൻ്റെ ആൽബത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞാൻ അഭിനയിപ്പിച്ചിട്ടുണ്ട്. അത് സലീമാവട്ടെ, ഷാഫി ആവട്ടെ, പിന്നെ അതുപോലെ സിത്താരന്റെ പാട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ പാടിപ്പിച്ചിട്ടുണ്ട്. അവരെ പാട്ട് അവരെ കൊണ്ട് ഞാൻ തന്നെ എഴുതിയ പാട്ട് അവർ പാടിയിട്ടുണ്ട്. വിധു പ്രതാപ് ഞാൻ എഴുതിയ പാട്ട് പാടിയിട്ടുണ്ട്. അവര് അതിന്റെ വിഷ്വൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോ മിഞ്ഞാന്നിയത് നമ്മളെ മനോമോഹൻ പാടിയൊരു പാട്ടാണ് ഞങ്ങൾ വിഷ്വൽ ചെയ്തത്. ആ വിഷ്വൽ ഡയറക്ഷൻ ചെയ്ത് ഞാൻ എഴുതിയ പാട്ടുകൾ അവരൊക്കെ പാടിയിട്ടുണ്ട് കുറെ ആളുകൾ. അപ്പോ എല്ലാവരും ഒരുപോലെ ആണെങ്കിൽ കൂടി ഒരു സലീമിന്റെ ഒരു വർക്ക് നന്നായിട്ട് 10-15 ലക്ഷം കയറിയ ഒരു വർക്കൊക്കെ. അത് ദിൽസെ എന്നാണ് തോന്നുന്നത്. ദിൽസെ എന്ന് പറഞ്ഞ ആൽബത്തിലാണ് ആ സോങ് ചെയ്യാനൊരു ഭാഗ്യം കിട്ടിയെന്ന് വെച്ചാൽ അത് സൗദിയിൽ വെച്ചാണ് ചിത്രീകരിച്ചു. അവിടെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്തത്. സിനിമ അവർ വന്ന സമയത്ത് അവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തത്. ഞാനൊരു 10 വർഷം വരെ എന്റെ ഇടയ്ക്കൊന്ന് പ്രവാസിയായി. ഈ കലാകാര ജീവിതത്തിനിടയിൽ ഒരു പ്രവാസി ജീവിതം കൂടി ഉണ്ട്. അല്ല, അത് എന്താന്ന് വെച്ചാല് ഈ CD മൊത്തത്തിൽ നമ്മൾ നിർത്തേണ്ട ഒരു അവസ്ഥ എന്ന് വന്നല്ലോ. ആ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് വർക്കില്ലാത്ത ഒരു അവസ്ഥയിലേക്കായി. യൂട്യൂബിലൂടെ എന്ത് ചെയ്യാം, എങ്ങനെ ചെയ്യാമെന്നൊന്നും ഒരു കലാകാരന്മാർക്കും അറിയാത്തൊരു ഗതി അവിടെ വന്നിരുന്നു. അങ്ങനെ ആ ഘട്ടത്തിൽ പോയ ആളുകളാണ് നമ്മളൊക്കെ. പിന്നീടാണ് യൂട്യൂബൊക്കെ നിറഞ്ഞു നിന്ന് ഒരുപാട് കലാകാരന്മാര് യൂട്യൂബിലേക്ക് ഇറങ്ങി.
പിന്നീട് നമ്മളും വന്നിട്ട് അതിൽ അവരെ കൂടെ അങ്ങോട്ട് സജീവമായി എന്ന് മാത്രം. ഇപ്പോ പ്രവാസ ജീവിതം നിർത്തി വന്ന് അതിന് കലാകാരൻ അല്ലായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? കലാകാരനാകുമായിരുന്നെങ്കിൽ അന്നേനെ ഒരു ചെറിയ ഓട്ടിന്റെ ഫീൽഡിനെ കുറിച്ച് അറിയുന്നതുകൊണ്ട് അങ്ങനെ പോയിട്ടുണ്ടാവാൻ ചിലപ്പോ. തട്ടിവിട്ട് പോയിട്ടുണ്ടാവില്ല. തട്ടിവിട്ട് പോയിട്ടുണ്ടാവും. ഫാമിലി വീട്ടിൽ ആരൊക്കെയുണ്ട്? ഭാര്യ 2 മക്കള് ഉണ്ട്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? അവർക്ക് സുഖമായിട്ട് അവരൊക്കെ പഠിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണം. കുഴപ്പമില്ല. പെൺകുട്ടികളുണ്ടാവും. കല്യാണം കഴിഞ്ഞു. ഒരാളെ കഴിഞ്ഞു. ശരിക്കുള്ള സ്വദേശം തിരൂരങ്ങാടി, മലപ്പുറം ജില്ലയിൽ തിരൂരങ്ങാടി. തിരൂരങ്ങാടി. അതായത് തിരൂരങ്ങാടിക്ക് ഈ കലാരംഗത്ത് ഒരുപാട് പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും. സ്വാതന്ത്ര്യ സമരത്തിൽ ഒരുപാട് പ്രാധാന്യമുള്ള നാടാണ് തിരൂരങ്ങാടി. അതേപോലെ കലാരംഗത്ത് ഒരുപക്ഷെ മാപ്പിളപ്പാട്ടിനെ ജനകീയമാക്കിയ മഹാവ്യക്തിത്വങ്ങളുടെ നാടാണ് തിരൂരങ്ങാടി. അറിയാം ആരെങ്കിലും? ഞാൻ നേരത്തെ പറഞ്ഞു. മാപ്പിളപ്പാട്ടിന്റെ മഹാന്മാരായ എഴുത്തുകാർ അവിടെ കെ ടി മുഹമ്മദ്, കെ ടി മൊയ്തീൻ ഉൾപ്പെടെ, മാപ്പിളപ്പാട്ടിന്റെ മഹാനായ ഗായകൻ എ വി മുഹമ്മദ്, കെ ടി മുഹമ്മദ് കുട്ടി തുടങ്ങിയ ആളുകളൊക്കെ ഒരു അയൽവാസിയാണ്. അവരൊക്കെ പ്രദേശത്ത് നിന്ന് വന്ന ഒരു കലാകാരനാണ് യാസീൻ എന്ന തിരൂരങ്ങാടി. അതുപോലെ എന്നെ പോലെ ഒരുപാട് കലാകാരന്മാരുണ്ട്. ഒരുപാട് ആളുകൾ, അതായത് എന്താ പറയാ, സജീവ സാന്നിധ്യമായിട്ട് കലാരംഗത്ത് അവരൊക്കെ നിലകൊള്ളുന്നുണ്ട്. ഇപ്പൊ പറയണ്ടായി സലീമിലൂടെ, ഷാഫിയുടെ കൂടെ, താജുദ്ദീനിലൂടെ ഒക്കെ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ്? എല്ലാവരും അങ്ങനെ ഇനിയിപ്പത് പറഞ്ഞിട്ട് ഞാൻ ആരെങ്കിലും ഒരാളെ പറഞ്ഞിട്ട് ചിലപ്പോൾ അത് വീട്ടൊരു പ്രശ്നമാണ്. അങ്ങനെ ആളും ഇല്ല, എന്നെ സംബന്ധിച്ചോളം എല്ലാവരും ഇപ്പൊ 10-15 കൊല്ലമായിട്ട് നല്ല ആത്മബന്ധം പുലർത്തുന്ന സൗഹൃദങ്ങൾ ഒക്കെ സഹോദരന്മാരായിട്ട് കൂടപ്പിറപ്പുകളായിട്ടാണ് എല്ലാവരും ഉള്ളത്. അപ്പോ ഞാൻ ഒരാളെ ഇതാക്കി ബൂസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരാളെ താത്തി ഒരിക്കലും നമ്മള് ഇത്രയും വന്ന കലാകാരന്മാരെ എടുക്കില്ല എന്നാണ് എന്റെ ഒരു ധാരണ. അല്ല, അപ്പൊ അതുകൊണ്ട് ആ പ്രേക്ഷകരോട് നമുക്ക് പറയാനുള്ളത്, എനിക്ക് എല്ലാവരും ഒരുപോലെയാണ്. ഞാൻ അവരെ പിന്നെ ഒക്കെ ഈ ആൽബം ഫീൽഡില് ആരെങ്കിലൊക്കെ 1-2 ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടെങ്കിലും സൗന്ദര്യപണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ബാക്കി എല്ലാവരും സൗഹൃദങ്ങളാണ്. നല്ല കൂടപ്പുറപ്പ്. അതിനെ കൂടപ്പുറപ്പുകളെല്ലാം എന്നൊക്കെ പറഞ്ഞൊരു പാട്ടൊക്കെ ഉണ്ട്. ഞാൻ ആ ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ. അല്ല, ഞാനല്ല, പാട്ട് കേട്ടിട്ടുണ്ടല്ലോ. സൗഹൃദമേ എന്ന് പറഞ്ഞ നമ്മളെ സജ്ജാദ് എഴുതിയൊരു പാട്ടുണ്ടായിരുന്നു. അതുപോലത്തെ സൗഹൃദമേ എന്ന് പറഞ്ഞൊരു പാട്ട് സുനീർ മണ്ണാർക്കാട് എഴുതിയൊരു പാട്ട് ഇതുപോലെ ഉണ്ടായിരുന്നു. അതെ, സുനീറാണോ സജ്ജാദാണോ എഴുതി എനിക്കറിയില്ല. പിരിയാതെ കൂടെ വന്നാൽ. അതെ, സലീമും മുത്തും കൂടിയാണ് പാട്ട് പാടിയത്. സിറാജ് ഫാന്റസി ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു ആ വിഷ്വല്. അപ്പോ അങ്ങനെയൊക്കെ സുഹൃത്തുക്കളാണ്. കൂടപ്പിറപ്പുകളെല്ലാം അങ്ങനെയല്ല എന്താ പാട്ട്? അല്ല, അത് വേറെ പാട്ടില്ലേ? കൂടെ പിറന്നവരല്ല, അതാണ് ആ പാട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അല്ലെങ്കിലും കൂടെ പിറന്നവരല്ലെങ്കിലും എല്ലാവരും വളരെ കൂടപ്പിറപ്പുകളെ പോലെ ഇപ്പോ സുനീറിനെ ഇവിടെ ഓർമ്മിച്ചുകൊണ്ട് നല്ല സുഹൃത്തായിരുന്നു. ഒരു ജ്യേഷ്ഠനെ പോലെ എന്നൊക്കെ കണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. ഒരു പെട്ടെന്നൊരു വിടവാങ്ങല് വലിയ വേദനയാണ്. അപ്പൊ അങ്ങനെ യുവ ജനറേഷനിൽ പെട്ട നല്ലൊരു എഴുത്തുകാരനായിരുന്നു സുനീർ. ആ കൂട്ടത്തിന് ഇപ്പൊ സജ്ജാദിനെ പോലത്തെ ഒരുപാട് നല്ല എഴുത്തുകാരുണ്ട്. അല്ല, ഒരുപാട് നല്ല ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് സുനീർ മണ്ണാർക്കാട്. തീർച്ചയായിട്ടും മരണപ്പെടുന്നതിനെ കുറിച്ച് മുന്നേ ഒരു നല്ലൊരു ഗാനം സലീം പാടിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് ഒരുപാട് നല്ല ആൽബങ്ങൾ ഇപ്പൊ സംവിധാനം ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ ചോദിക്കുകയുണ്ടായി, ഇക്ക പറഞ്ഞു ഷാനിഫിന്റെ വർക്ക്, അതല്ലാതെ ഷാനിഫിന്റെ വർക്ക് അല്ലാതെ ഇക്കാർക്ക് ഏറ്റവും കൂടുതലൊന്നും ഇഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഒക്കെ ചെയ്തിട്ട് ഇക്കടെ ഫാമിലി വരെ ഇക്കാട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഈ വർക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക്? അല്ല, അങ്ങനെ ഒരുപാട് പിന്നെ അത് മേക്കിങ്ങിലായിട്ട് ഒരുപാട് നല്ല വർക്കുകളുണ്ട്. നല്ലതായിട്ട് മേക്കിംഗ് ചെയ്ത്. കാരണം നമ്മളെ സംബന്ധിച്ചോളം ഒരു പ്രൊഡ്യൂസർ എത്രയാണ് ഫണ്ട് തരുന്നത്, ആ ഫണ്ടിനനുസരിച്ചാണ് നമ്മൾ വർക്ക് ചെയ്യുക. ചില വർക്കുകൾ നന്നാവും, ചില വർക്കുകൾ മോശമാവും. അങ്ങനെ ഒരുപാട് നല്ല റൊമാൻറ്റിക് ആൽബങ്ങളൊക്കെ ഇപ്പോൾ ഈടായിട്ട് ജുറേജിന്റെ ചാനലിൽ തന്നെ ഇറങ്ങിയ വർക്കുകളൊക്കെ ഉണ്ട്. ജാത്രി മീഡിയ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു മഴയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ആൽബം നല്ലൊരു ഇതായിരുന്നു. പിന്നെ അംസ വലിയ പറമ്പ് പാടിയൊരു ഉമ്മാന്റെ സോങ് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകൾ ഏറ്റെടുത്തൊരു പാട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ പാട്ടുകളുണ്ട്. പക്ഷെ അതെല്ലാം ഞാനെന്ന വ്യക്തിയിലൂടെ ഹിറ്റായി അല്ലെങ്കിൽ ആൾക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ കൂടെ ഉള്ളവരെല്ലാവരും സഹകരണം കൊണ്ട് കുറച്ചൊക്കെ ആളുകൾക്ക് ശരിക്കും അതൊരു ഗ്രൂപ്പ് വർക്കിംഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും. അല്ലാതെ ഞാൻ എന്ന വ്യക്തികളെ കൊണ്ട് ഒറ്റക്കൊന്നും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലൊന്നുമില്ല. എല്ലാവരും കൂടി ഉണ്ടാകുമ്പോൾ വർക്കുകൾ നന്നാവും. അതിപ്പോ ഡയറക്ഷൻ സൈഡിലാണെങ്കിൽ നമ്മളെ കൂടെ നിൽക്കുന്ന ആളുകൾ എല്ലാവരും ഒരുപോലെ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ചാൽ ഏതൊരു വർക്കിനും ഒരു വിജയം കണ്ടെത്താൻ പറ്റും. എഫക്ട് എടുക്കുന്നു, അതിന് ആ വർക്കിന് റിസൾട്ട് നമുക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നത്തെ കാലത്ത് വ്യൂസ് അല്ല പ്രാധാന്യം, 4 ആൾ കണ്ടിട്ട് വർക്ക് ഓക്കെ, അഭിപ്രായം പറയണം. അഭിപ്രായം അതാണ് ഇപ്പൊ ഒരു വിജയം എന്ന് പറയുന്നത്. കാരണം
ഇവര് വർക്ക് ഒരു ചെയ്യുന്ന ഒരാളെ കൂടെ ഒരു 50 ആളുണ്ടെങ്കിൽ ഈ 50 ആൾ ഇരുന്ന് ബൂസ്റ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ആ വർക്ക് വിജയിക്കും. നേരെ മറിച്ച് ഞാനൊന്ന് വ്യക്തി വെച്ചപ്പോൾ ഒറ്റപ്പെട്ട ഒരാളെ കൂടെ ആരും ഇല്ലാന്നുണ്ടെങ്കിൽ ഇന്റെ വർക്ക് അവിടെ ചാനൽ തന്നെ ഉണ്ടാവും. പക്ഷെ എല്ലാവരും കാണും. അപ്പൊ സപ്പോർട്ടിംഗ് ഉള്ള ആളുകളെ വർക്കാണ് ശരിക്കും വിജയിക്കും. ശരിക്കും മോശമാണെങ്കിലും അത് വിജയിക്കും, വ്യൂസ് കൂടുതൽ കാണിക്കും. അപ്പൊ നമുക്ക് ഈ ചാനലിന്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് എല്ലാവരും വർക്കും ഒരുപോലെ സപ്പോർട്ട് ചെയ്യുക. ഏത് ചാനൽ നോക്കണ്ട. അല്ല, ഒരുപാട് കലാകാരന്മാരുടെ കഷ്ടപ്പാടുണ്ട്. ഒരാള് മാത്രമല്ല ഇതിൽ കഷ്ടപ്പാടുള്ളത്. കാരണം ഒരു സംവിധായകൻ, അതിന് ചില ക്യാമറ ചെയ്തവരുണ്ടാവും, മേക്കപ്പ് ചെയ്യുന്നവരുണ്ടാവും, പാട്ട് എഴുതിയ ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേര് കഷ്ടപ്പാടുണ്ട്. കാരണം യൂട്യൂബിൽ ഇപ്പൊ ഒരു ആൽബം ചെയ്യാൻ വേണ്ടി ഒരാൾ പൈസ മുടക്കുമ്പോൾ അയാൾ ഒരിക്കലും എനിക്ക് എന്ത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. എന്റെ വർക്ക് 4 ആൾ കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതിലൊക്കെ നിർമ്മാണ ചുമതല ഏറ്റെടുക്കുന്നത്. പലർക്കും അവർ മുടക്കിയ പ്രോഫിറ്റ് പോലും കിട്ടാത്തൊരു സാഹചര്യങ്ങൾ വന്നു. പല വർഷത്തിൽ എനിക്ക് അല്ലെങ്കിൽ നിങ്ങൾക്കായാലും ഞാനൊരു വർക്ക് ചെയ്തിട്ട് ഇത്ര പ്രോഫിറ്റ് അത് കിട്ടി എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. കിട്ടാത്ത സാഹചര്യങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് പറയുന്നത് ഇപ്പൊ ഈ ഒരു 1 year ആയിട്ട് തോന്നുന്നു ഒരു ഏത് വീഡിയോസ് ഇട്ടാലും വ്യൂവേഴ്സ് കുറവാണ്. അല്ല, പൊതുവെ എല്ലാ ചാനലിലെയും അവസ്ഥ ഇതാണ്. കാരണം ഈ സ്വാഭാവികമായിട്ടും ആൽബം ഫീൽഡിൽ നിന്നും ആസ്വാദകര് പിന്നെ മാറി നിന്നൊരു സംശയം കൂടി നമുക്ക് തോന്നുന്നുണ്ട്. കാരണം മുമ്പ് ഇപ്പൊ അതായത് പറഞ്ഞ ഒരു കൊല്ലം അതിന് മുമ്പൊക്കെ ഒരു മിനിമം ഒരു 25-30 വ്യൂസ് ഉണ്ടായിരുന്നു. ഇന്ന് 3000-4000 ഒക്കെ വ്യൂസ് കാര്യമായിട്ട് വരുന്നുള്ളൂ പല വ്യൂസ് ചാനലിലെ വർക്കുകൾക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് എന്നുള്ളത് ശരിക്ക് നമ്മൾ പ്രേക്ഷകരും ഈ ആൽബം ഫീൽഡിലുള്ള ആളുകളും ഒരു ആത്മപരിശോധന നടത്തേണ്ടത് നല്ലതാണ്. കാരണം ആളുകളൊക്കെ ആൽബം ഫീൽഡിൽ നിന്ന് അകന്നു പോവുകയാണോ എന്നുള്ള ഒരു പരമായ അതെന്തുകൊണ്ട് ആസ്വാദകർക്ക് എന്തുകൊണ്ട് നമ്മളെ മ്യൂസിക്കൽ ആൽബങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല? ചോദ്യം കൂടിയാണ്. അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു ആൽബം ഫീൽഡ് എല്ലാവരും. ഒരുപക്ഷെ ഇന്നിപ്പോ നിങ്ങൾ ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ നാളുകളിൽ പല പല ആളുകളെയും നിങ്ങൾ ഇന്റർവ്യൂ എടുക്കാനുണ്ട്. അപ്പോ എല്ലാവർക്കും കൊടുക്കേണ്ട ഒരു ചോദ്യമാണത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? കഴിഞ്ഞ 2 വർഷം മുമ്പൊക്കെ 25, ഏറ്റവും ചുരുങ്ങിയത് 25 ഏറ്റവും ചുരുങ്ങിയ വ്യൂവേഴ്സ്. ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ ആയത് 25K അടിച്ചിട്ടുണ്ട്. ഇന്ന് 3K തേക്കാൻ വേണ്ടി അതിന്റെ അഭിനയിച്ചവരും അതിന്റെ ഡയറക്ടേഴ്സും പാടുപെടുന്ന ഒരു അവസ്ഥയാണ്. അതെന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഈ മേഖലയിൽ നിൽക്കുന്ന കാര്യമായിട്ട് പ്രൊഡ്യൂസറും ടെക്നിക്കൽ സൈഡും അതുപോലെ ചാനലിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ശരിക്കും പരിശോധന നടത്തേണ്ട ഇപ്പൊ വർക്കുകളൊക്കെ ഉണ്ട്. വീട്ടിൽ നിന്നൊക്കെ നല്ല ഒഴിവ് പറയാറുണ്ട്. ഇപ്പൊ മക്കളാണെങ്കിലും വൈഫാണെങ്കിലൊക്കെ വർക്കുകൾ റിലീസ് ആയത് അങ്ങനെ പ്രത്യേകിച്ച് ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ ഒരു അഭിപ്രായം വീടിന്റെ ഉള്ളിൽ വെച്ചിട്ട് കണ്ടിട്ടില്ല. അല്ല, മക്കൾ കാണാറുണ്ട്. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് അതിനോട് പക്ഷെ ബാക്കി സുഹൃത്തുക്കളിൽ നിന്നൊക്കെ നല്ല സപ്പോർട്ടാണ് കിട്ടാറ്. ബാക്കിയുള്ള കുടുംബങ്ങളിൽ നിന്നൊക്കെ സപ്പോർട്ട് കിട്ടാറുണ്ട്. വീടിന്റെ ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ച് അവർക്ക് അതിനോടൊരു 100% അത്ര ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുള്ളതല്ല. എന്നാലും ആഗ്രഹമുണ്ട്, കാണും. അതെ, അതിന്റെ ചെറിയ ഓള് നമ്മൾ ചെയ്ത പാട്ടുകളൊക്കെ ഏറ്റു പാടാനൊക്കെ നിൽക്കാറുണ്ട്. നാട്ടിലൊക്കെ എങ്ങനെയാണ് പ്രതികരണം? നാട്ടുകാരുടെ ഇടയിൽ നിന്നും നല്ല സപ്പോർട്ടാണ്. ഒരുപക്ഷെ എന്റെ ഒരു വർക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കമന്റ് എന്റെ പ്രദർശനം തന്നെയാണ് കൂടുതൽ വരല്. അപ്പോ പിന്നെ എന്താണ് ഇക്കാക്ക് ഇപ്പൊ പുതുതായിട്ട് കടന്നു വരുന്ന യുവ കലാകാരന്മാരോട് ഇക്കാക്ക് എന്താണ് പറയാനുള്ളത്? മോട്ടിവേറ്റ് യുവ കലാകാരന്മാരോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നിങ്ങൾ ആരും പിന്നെ തള്ളിക്കൊണ്ടുപോകാൻ്റെ ഒരു കാലഘട്ടമല്ല. നീ വാടാ പാടാം, അല്ലെങ്കിൽ നീ വാ അഭിനയിക്കാം എന്നൊന്നും പറഞ്ഞിട്ട് ഇന്ന് കൈപിടിച്ച് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമല്ല ഇപ്പോഴുള്ളത്. കാരണം ഇപ്പൊ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലൊക്കെ കലാകാരന്മാരാണ്. അപ്പൊ സ്വയം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അവനവൻ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് കയറി പറ്റാനുള്ള ഒരു ശ്രമം നടത്തുക. പിന്നെ അതിലുപരി ഏത് ഫീൽഡായാലും നമ്മളെന്ത് ചെയ്യുക, ആത്മാർത്ഥമായിട്ട് എല്ലാവരും സ്നേഹിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലൊക്കെ വലിയ ലെവലിലെത്തിയില്ലെങ്കിലും പിന്നെ പിടിച്ചു നിന്ന് അങ്ങനെ പോവാം. ഇതാണിപ്പോ എനിക്ക് പുതിയ ആളുകളോട് പറയാനുള്ളത്. ഇതുപോലെ ഇക്കാടെ കീഴിൽ നിന്ന് ആരെങ്കിലും ഒക്കെ കൊണ്ടുവന്ന ആൾക്കാരുണ്ടോ ഈ ഫീൽഡിലോട്ട്? ഒരുപാട് ഞാൻ കൈപിടിച്ചുകൊണ്ടുവന്ന ഒരുപാട് ആളുകളുണ്ട്. ഞാൻ പേരൊന്നും പറയുന്നില്ല, കാരണം മോശമല്ലേ. അല്ല, മോശമല്ല, ഇക്കാവ് പറയാലോ. അത് അവര് പറയുമ്പോഴാണ് എന്റെ ഗുരു ഇങ്ങനെ പറയുമ്പോഴാണ് ഒരു സുഖം ഉണ്ടാവുക. ഞാൻ ഒരുപാട് ആളുകളെ ഈ ഫീൽഡിലേക്ക് എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ പാട്ട് ഫീൽഡിലേക്ക് ആവട്ടെ, സ്റ്റേജ് പരിപാടികൾ ആവട്ടെ, അതുപോലെ ആൽബത്തിൽ അഭിനയിക്കാനും ആൽബം ഫീൽഡിലേക്ക് ഒരുപാട് ആളുകളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവരൊക്കെ ഇന്ന് നല്ല രീതിയിൽ തന്നെ അൽഹംദുലില്ലാഹ് അവരൊക്കെ കുഴപ്പമില്ലാതെ സ്റ്റേജുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് ഗായകരുണ്ട്. 100% ആ കടപ്പാട്. അതുപോലെ സൗദിയിലായിരുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ ഇവിടുന്ന് ഉംറ ലെവലിലൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ഒരുപാട് പരിപാടി ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് പ്രോഗ്രാം സൗദിയിൽ വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഒരുപാട് ആർട്ടിസ്റ്റുകൾ അങ്ങോട്ട്, അവരൊക്കെ ഇന്നും
നല്ല ബഹുമാനം ആ ഒരു നന്ദിയുള്ള കടപ്പാട് ഇപ്പോഴും ഉണ്ടാവും. ഇപ്പോഴുണ്ട് തീർച്ചയായിട്ടും. എന്തായിരുന്നു ഇക്കാക്ക് സൗദിയിലപ്പോ വർക്ക് ചെയ്തത്? സൗദിയില് പിന്നെ ഒരു സ്കൂൾ ബേസ് ചെയ്തിട്ട് ചെറിയ ജോലി ഉണ്ടായിരുന്നു. പക്ഷെ വിസ അവിടുത്തെ അല്ലാത്തത് കൊണ്ട് ഒരു 5-8 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചിങ്ങോട്ട് നാട്ടിലോട്ട് പോകേണ്ടി വന്നു. അവിടുന്ന് ഒരുപാട് സൗഹൃദങ്ങൾ കിട്ടി, ഒരുപാട് നല്ല കലാകാരന്മാരെ കിട്ടി, അവിടുന്ന് ഒരുപാട് പാട്ടുകളും വിഷ്വലൊക്കെ ഒരുപാട് ചെയ്യാൻ പറ്റി, ഒരുപാട് പ്രോഗ്രാമുകളും ചെയ്യാൻ പറ്റി. പ്രവാസ ജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? വിഷ്വൽ പ്രവാസികളെ കുറിച്ച് തന്നെ പിന്നെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ സാദിൽ കാസർഗോഡും ടീമൊക്കെ പാടിയൊരു പാട്ടുണ്ടായിരുന്നു. ശരിക്കും പ്രവാസികൾ ഒരുപാട് എന്താ പറയാ കഷ്ടപ്പെടുന്ന ആൾക്കാർ, അവരെ കുറിച്ച് ഒരുപാട് നല്ല വിഷ്വൽസുകൾ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഒരു പ്രവാസ ജീവിതം അനുഭവിച്ചാൽ ഇക്കാക്കറിയാം എന്താണ്, എങ്ങനെയാണ് പ്രവാസം എന്നുള്ളത്. എങ്ങനെയായിരുന്നു അത്? വിഷ്വലായിട്ടാണ് ചെയ്തത് അതോ അത് വിഷ്വലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പാട്ട് എഴുതി, ഞാൻ എഴുതിയൊരു പാട്ട്, അതായത് അതിന്റെ പേര് മേം പ്രവാസി. ഞാൻ പ്രവാസി. മേം പ്രവാസി. ഞാൻ പ്രവാസി. അതൊരു പ്രവാസിയായ മനുഷ്യൻ, പിന്നെ അവിടുന്ന് വയസ്സായ ഒരാള് ഒരു മരണപ്പെടുന്ന ഒരു സംഭവമാണ്. അവിടുന്ന് സൗദിയിൽ നിന്ന് മരിക്കുന്നു. ഭാര്യ അത് അവിടെ തന്നെ മറയാൻ വേണ്ടി പറയുന്ന, ഇങ്ങോട്ട് കൊണ്ടുവരണ്ട, അവിടെ തന്നെ കാരണം ഭാര്യയ്ക്ക് അയാളേക്കുന്ന പൈസ അയാളെ ഫണ്ടും മതി, ഭർത്താവ് വേണ്ട എന്നുള്ള ആ ഒരു പ്രവാസിയോടൊക്കെ കാണിക്കുന്ന, നാട്ടിലെ ആളുകൾ കാണിക്കുന്ന ക്രൂരത. പല ദേശക്കാരും പല ഭാഷക്കാരും അവിടെ ഒരുമിച്ച് ഒന്നിച്ചാണ് പോകുന്നത്. പക്ഷെ കലയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുകയും കലാകാരന്മാരെ സപ്പോർട്ട് ചെയ്യുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ ഏറ്റവും കൂടുതൽ പ്രവാസി മലയാളികളാണ്. തീർച്ചയായിട്ടും. പ്രവാസി മലയാളികളില്ലെങ്കിൽ നമ്മൾ ഈ കലാഫീൽഡ് ഇല്ല എന്ന് തന്നെ പറയാം. ഇവിടെ നിന്ന് നമ്മൾ ഒരുപാട് കലാകാരന്മാരെ പ്രവാസികൾ അവിടെ പ്രോഗ്രാമായിട്ട് കൊണ്ടുപോകാറുണ്ട്. അതെ, ഞാനും ഒരു പ്രവാസിയായിരുന്നു. ഇപ്പൊ തിരിച്ച് നാട്ടിൽ വന്ന് ജോലി നോക്കുന്നു. പിന്നീട് ഇക്കാക്ക് ഈ ഒരു ഫീൽഡിൽ മാപ്പിള ആൽബത്തിൽ ഏറ്റവും കൂടുതൽ മോശമായിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ബാഡ് ആയിട്ട് എന്തെങ്കിലും കമന്റ്സുകളോ അല്ലെങ്കിൽ ആരെങ്കിലും പെരുമാറിയിട്ട് അങ്ങനെ എന്തെങ്കിലും? അല്ല, അങ്ങനെ ഒരു നമ്മുടെ ജീവിതത്തിൽ അത് കലാഫീൽഡ് എന്നല്ല, നമ്മളെല്ലാ ലൈഫിൽ മൊത്തത്തിൽ വരുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മളെന്ത് ചെയ്യുക, അങ്ങനെ ഒരുപാട് മോശം അനുഭവങ്ങളും കാര്യങ്ങളും കമന്റുകളൊക്കെ വരും. അത് കൂടുതൽ അതിലേക്ക് ശ്രദ്ധിച്ചിട്ട് നമ്മൾ അവരെ വീണ്ടും വീണ്ടും ഇങ്ങനെ ഉയർത്തിക്കൊണ്ടിരേണ്ട ആവശ്യമില്ലല്ലോ. അത് ഇതിലെ കേട്ടിട്ട് ഇതിലങ്ങനെ വിട്ടു കഴിഞ്ഞാൽ അവരും താനോട് ഒതുങ്ങിക്കോളും. ആ ഒരു ചിന്തയിലാണ് ഞാൻ പോകുന്നത്. ആർക്കും എന്തും പറയാം. എന്തായാലും ഒരു വ്യക്തി ഉണ്ടാവും. നമ്മൾ സ്വാഭാവികമാണ്, കുറെ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ അസൂയാലുക്കൾ പല മേഖലയിലുണ്ടാവും. നമ്മൾ നല്ലൊരു സാധനം ചെയ്യുമ്പോൾ പരിഹാസ്യമായിട്ട് നോക്കുന്ന ആളുകളുണ്ടാവും. നമ്മളവരെ മെയിൻറ്റെയിൻ ചെയ്യണ്ടാവും. അവർ പേര് പറയുന്നത് നല്ലത്. നമ്മളവരെ മെയിൻറ്റെയിൻ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവരാണ് നിർത്തും. ആ ഒരു റൂട്ട് പോകുന്ന ആളാണ് ഞാൻ. ആർക്കും എന്നെന്തും പറയാം. ഞാൻ എൻ്റെതായ റൂട്ടിൽ അങ്ങനെ പോകുന്ന വ്യക്തിയാണ്. ഇങ്ങനെ ആരോടെങ്കിലും തിരിച്ചു പ്രതികരിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരിക്കലും ഉണ്ടായിട്ടില്ല? അങ്ങനെ എന്നോട് എന്ത് മോശം പ്രവൃത്തി ചെയ്താലും ഞാൻ പരമാവധി ആ വ്യക്തിനെ മുന്നിൽ കാണരുതേ എന്ന് ആഗ്രഹിച്ചു പോകുന്ന ആളാണ്. ഒരിക്കലും അദ്ദേഹത്തെ കാണരുത്, നമ്മൾ ഒഴിഞ്ഞു മാറി പോവുക, നമ്മളെ കൊണ്ട് വീണ്ടും അദ്ദേഹത്തിന്റെ ശല്യം വരരുത് എന്ന് ആഗ്രഹിച്ച് നമ്മളങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലെന്ന്. ഇനിയിപ്പോ അടുത്ത പ്രൊജക്ട് ഏതാണ്? അടുത്ത വർക്ക്? വലിയ വലിയ പ്രൊജക്ടുകളൊക്കെ, ആഗ്രഹങ്ങളും ഒക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ട്. വിശ്വാസങ്ങളൊക്കെ പ്രാർത്ഥിക്കുക, നടക്കും. പിന്നെ നമുക്ക് പരസ്യ ചിത്രങ്ങളാണ്, നമ്മുടെ സ്ഥാപനങ്ങളെ പരസ്യങ്ങൾ ഞാൻ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഈ കൂടുതലൊരു മേഖലകളിലാണ് എൻ്റെ കൂടുതലും വർക്ക് എടുക്കുന്നത്. അവിടെ ഒരുപാട് ഷോപ്പുകളുടെ ടിവിയിലേക്കുള്ള ആഡ്. കാരണം ഇപ്പോ ലോക്കൽ ചാനലുകളൊക്കെ പോയതോടുകൂടി ഇപ്പോൾ അവർ ഈ ഇൻസ്റ്റയിലേക്കുള്ള മറ്റേ ചെറിയ ചെറിയ കട്ട് റീൽസ് വീഡിയോസ് അങ്ങനെ എടുക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള വീഡിയോസുകളാണ് ഞാൻ കാര്യമായിട്ട് ചെയ്യുന്നതും. ആൽബങ്ങൾ ഇപ്പൊ അതിന്റെ ഇടയിൽ ഇപ്പൊ ഒരു അങ്ങനെ ഇടയിൽ വരുന്ന ഓരോ വർക്കുകളാണ്. ഒരു 3 ആൽബം ഇപ്പൊ ഇറങ്ങാനുണ്ട് ചെയ്തു വെച്ചത്. എഡിറ്റിംഗ് പണിപ്പുരയിലാണ്. അപ്പോ 3 ഷൂട്ട് കഴിഞ്ഞു. അത് ഈ മാസത്തിനുള്ളിൽ ഏകദേശം അതൊക്കെ ഇറങ്ങും. ഈ മാപ്പിള ആൽബം അല്ലാതെ ഈ നാടൻ പാട്ട് അങ്ങനെ എന്തെങ്കിലും കാറ്റഗറി ചെയ്തിട്ടുണ്ട്? നാടൻ പാട്ടുകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നാടൻപാട്ട് ചെയ്തിട്ടുണ്ട് മുമ്പ്. പക്ഷെ നമ്മള് സുലൈമാൻ ചെറായിനോട് ഇപ്പൊ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ പ്രൊഡ്യൂസർ ഇങ്ങനെ സെറ്റ് ആവുള്ള ഒരു പരിപാടിയിലാണ്. അതെ അതെ അതെ. പാട്ടുകൾ നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് നാടൻ പാട്ട് അങ്ങനെ ഒരു കാറ്റഗറി ഇല്ല ആൽബത്തില്. അല്ല, ആൽബത്തിലല്ല ഇപ്പൊ കൂടുതലും ചെയ്ത മാപ്പിള ആൽബം ഏതൊരു കണ്ടന്റ് അങ്ങനത്തെ ഒരു ഇത് വരുന്നുണ്ട്, നാടൻ പാട്ട് എന്നുള്ളൊരു ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് തന്നെ. മ്യൂസിക്കൽ ആൽബങ്ങൾ നമ്മൾ പ്രത്യേക ഒരു കണ്ടന്റ് നോക്കണ്ടാവും. നമുക്കെല്ലാം ഒന്നാണ്. എല്ലാം ഇന്നൊരു മാപ്പിള പാട്ട് കിട്ടിയാല് നാളെ ചിലപ്പോൾ ഒരു പ്രണയകാരം കിട്ടും. മറ്റന്നാള് ഇതിൽ അഭിനയിക്കുക ആളും തന്നെ അഭിനയിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പിന്നീട് ഇനിയിപ്പോ നമ്മൾ ഇത്രയും ഒരു മിനി സ്ക്രീനിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, എനിക്കൊരു ബിഗ് സ്ക്രീൻ സിനിമ എന്നൊരു സ്വപ്നം എല്ലാവർക്കും ഉള്ള സ്വപ്നമാണ്. തീർച്ചയായിട്ടും ഒരു സിനിമ സംവിധാനം ചെയ്ത് കാണാം എന്നുള്ളൊരു ചോദ്യമാണ്. അങ്ങനെ ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാല്, ഒരു സ്വപ്നം അത് എല്ലാവർക്കും ഉണ്ടാകുന്ന സ്വപ്നങ്ങളാണ്. അങ്ങനെ ഒരു സ്വപ്നം ഉണ്ട്.
അത് പൂവണിയിട്ട് നാളെ നടക്കുമോ മറ്റന്നാൾ നടക്കുമോ എന്ന് നമുക്ക് ഒരിക്കലും അങ്ങനെ ഒരു സ്വപ്നം ഉണ്ടെങ്കിൽ ഒരു നാൾ നടക്കും എന്നാണല്ലോ. അതെ. അതൊക്കെ പ്രതീക്ഷിക്കാതെ ഇത്രയും ഒരു സംവിധാനം അല്ല, ചെയ്ത് അതിന് ഇത്രയും കാലത്തോളം ഇവിടെ എത്തി. അതെ. അപ്പൊ അതിന് ബിഗ് സ്ക്രീൻ ഒക്കെ സ്വപ്നം കണ്ടപോലെ അത് വിജയിക്കും. തീർച്ചയായിട്ടും സ്വപ്നം കാണുന്നുണ്ട്. അതെന്ന് നടക്കും നാളെ നടക്കും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. സ്വപ്നമുണ്ട്. ഒരു കൺസെപ്റ്റ് ഒക്കെ എഴുതി അതെ, ഒരു നല്ലൊരു ആശയങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്.